ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ റെഗുലർ കിറ്റാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട്, എല്ലാ പ്രോഡക്ട്സിനെയും പറ്റിയും ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ഐറ്റംസും എന്തൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇതിലാദ്യമായിട്ട് ഈ ഡ്രൈ ഷീറ്റാണ്. നല്ല വലിപ്പമുള്ള ഡ്രൈ ഷീറ്റാണ്. ഇതിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിടത്തി കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിച്ചാലും നനവറിയത്തില്ല. നമുക്ക് ഇത് വിരിച്ച് കുഞ്ഞിനെ ബെഡിൽ ഇത് വിരിച്ചിട്ട് നമുക്ക് കിടത്താം. അതിനുള്ള ഡ്രൈ ഷീറ്റാണത്. ഇനി അടുത്തത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഉടുപ്പാണ് കുഞ്ഞിന്. ഇതാകുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ കുഞ്ഞിനെ ഇതിട്ട് കൊണ്ടുപോകാനാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ വളരെ സോഫ്റ്റ് ക്ലോത്താണ്. ഇത് സ്ലീപ്പിംഗ് സ്യൂട്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്വാഡിൽ ചെയ്യുന്ന പോലെ തന്നെ സ്ലീപ്പിംഗ് സ്യൂട്ട് ഇട്ട് കൊടുത്ത് കിടത്തിക്കഴിഞ്ഞാൽ കുഞ്ഞിന് നല്ല ചൂടൊക്കെ ആയിട്ട് നല്ല സേഫായിട്ട് കിടക്കാൻ പറ്റും. കാരണം ജനിച്ച ആദ്യ സമയങ്ങളിലൊക്കെ കുഞ്ഞ് നല്ല കവർ ചെയ്തല്ലേ നമ്മൾ കിടത്തുന്നത്. അപ്പം ഉറങ്ങാൻ നേരത്തെ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് നല്ലൊരു സ്ലീപ്പിംഗ് സ്യൂട്ടാണ്. ഇത് കളർ ജബിലാസാണ്. മസ്ലിൻ ക്ലോത്തിൻ്റെയാണ്. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മസ്ലിൻ ക്ലോത്താണ്. ബട്ടൺ ടൈപ്പാണ് അതിന് വരുന്നത്. നല്ല മെറ്റീരിയലാണ്. കുഞ്ഞിനിട്ട് കൊടുത്താൽ നല്ല സുഖമായിട്ട് ഇടാൻ വേണ്ടി പറ്റും. കളർ പ്രിൻറ്റ്സാണ് അതിന് വരുന്നത്. വൈറ്റിൽ കളർ പ്രിൻ്റാണ് വരുന്നത്. ഇത് 2 പീസ് കളർ ജബിലാണ് ഈ സെറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് വൈറ്റ് ജബിലാസാണ്. അത് കെട്ടിടുന്ന ടൈപ്പുള്ള ഉടുപ്പാണ്. കെട്ടിട്ടിട്ട് കൊടുക്കുന്ന കെട്ടുടുപ്പില്ലേ, അതാണ് വൈറ്റ് ജബിലാസ്. അത് നല്ല കോട്ടൺ ക്ലോത്തിൻ്റെ വൈറ്റ് ജബിലാസും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. നമ്മൾക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ടൈ ചെയ്ത് കൊടുത്താൽ അത് പറ്റും. അത് 3 വൈറ്റ് ജബിലാസാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ലിനൻ കോട്ടൺ, നല്ല സോഫ്റ്റ് കോട്ടൺ ലിനൻ്റെ സ്വാഡ്ലിംഗ് ക്ലോത്താണ്. നമുക്ക് കുഞ്ഞിനെ സാഡിൽ ചെയ്യാൻ നല്ല ലെങ്ത്തും വീതിയും ഒക്കെ ഉള്ള സ്വാഡ്ലിംഗ് ക്ലോത്താണ്. ഇത് വെച്ചിട്ട് കുഞ്ഞിനെ നമുക്ക് സ്വാഡിൽ ചെയ്ത് കിടത്താൻ വേണ്ടി പറ്റും. ഉറങ്ങാൻ നേരത്തോ അല്ലെങ്കിൽ പകൽ ടൈമായാലും കുഞ്ഞ് ഉറങ്ങുന്ന ടൈമിലൊക്കെ നമുക്ക് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് തുടച്ച് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല സേഫായിട്ട് സ്വാഡിൽ ചെയ്ത് കിടത്താൻ വേണ്ടി പറ്റും. നല്ല ലെങ്ത്തുണ്ട്, നല്ല വീതി നീളവും ഒക്കെ ഉള്ളൊരു ക്ലോത്താണത്. നല്ല വൈറ്റ് ക്ലോത്തിൽ പ്രിൻ്റഡ് ഡിസൈൻസാണിത് വരുന്നത്. പിന്നെ നമ്മൾ ഈ സ്വാഡ്ലിംഗ് ക്ലോത്ത് നമുക്ക് പെട്ടെന്ന് കഴുകിയാലാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും. വളരെ ലൈറ്റാണ്, സോഫ്റ്റാണ്, എന്നാൽ നല്ല ലെങ്ത്തും ഒക്കെ ഉണ്ട്. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ റിസീവിങ് ടവലാണ്. ഹൂഡഡ് ടവലാണ്. അത് റിസീവിങ് ടവലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിലായിരിക്കുമ്പം നമുക്ക് റിസീവ് ചെയ്യാൻ ഒരു ടവൽ ചോദിക്കുമല്ലോ, അപ്പം ഇത് കൊടുക്കാം. അതുപോലെ ഇതും വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് വെച്ച് നമുക്ക് സ്വാഡിൽ ചെയ്യാൻ പറ്റും. കുഞ്ഞിനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും പുതപ്പിച്ചൊക്കെ കുറച്ച് നേരം സ്വാഡിൽ ചെയ്ത് കിടത്താം. അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴാണെങ്കിലും കുഞ്ഞിന് തലയിലൂടെ ഹൂഡഡ് ടവലല്ലേ, തലയിലൂടെ ഇട്ടിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ ആണെങ്കിലും അങ്ങനെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടവലാണിത്. അത് ഹൂഡഡ് ഹെഡിൻ്റെ അവിടെ ഒരു പ്രിൻ്റുണ്ട്. അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പിങ്ക് കളറാണ് ഇതിൽ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിങ്ക് കളർ ഹൂഡഡ് ടവലാണ്. ബാത്ത് ടവലായിട്ടും റിസീവിങ് ടവലായിട്ടും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് കുഞ്ഞിൻ്റെ കോമ്പും ബ്രഷുമാണ്. അത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ മുടി ചീകി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് നല്ലൊരു ഹെഡ് മസാജ് പോലെയും കൂടെ. ആ കോമ്പിൻ്റെ ടിപ്പിൽ ഒരു ബബിൾ പോലത്തെ ഉണ്ട്. അത് നല്ല തലയിൽ നല്ല ചീവി കൊടുക്കുമ്പോൾ കുഞ്ഞിന് മുടി വളരാനും ഒക്കെ നല്ലതാണ്. ഇത് ബൂട്ടീസ് ആൻഡ് മിറ്റണാണ്. ക്യാപ്പും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് 2 ബൂട്ടീസ്, പിന്നെ ക്യാപ്പ്, 2 മിറ്റൺ, കയ്യിൽ ഇട്ട് കൊടുക്കാൻ ഇലാസ്റ്റിക് ടൈപ്പുള്ള മിറ്റണും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം മെറ്റേണിറ്റി പാഡാണ്. ഇതിൻ്റെ അകത്ത് 4 നമ്പർ പാഡും പിന്നെ ഒരു ഫിക്സേറ്ററും മെറ്റേണിറ്റി പാഡും കൂടെ ഉള്ളൊരു കോംബോ ആണത്. പിന്നെ വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്ലോത്ത് ഡയപ്പർ 3 മാസം മുതൽ 3 വയസ്സ് വരെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് ന്യൂ ബോണിലാണെങ്കിലും ന്യൂ ബോൺ സൈസിലും പറ്റും. അതുപോലെ
നമുക്ക് ആ സൈസ് ആ ബട്ടൺ അവിടെ വെച്ചിട്ട് ആ ബട്ടണായിട്ട് പ്രസ് ചെയ്യണം. ഈ നടുക്ക് കാണുന്ന ഈ പാഡ് പോലത്തെ ആ ക്ലോത്താണ് കട്ടിയുള്ള, അത് വെച്ച് കഴിഞ്ഞാൽ യൂറിനൊക്കെ നല്ലോണം പോവും. അതുപോലെ ഈ ബട്ടണാണ് നമുക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബട്ടൺസാണിത്. അപ്പോൾ കുഞ്ഞിൻ്റെ അരവണ്ണം അനുസരിച്ചും സൈസ് അനുസരിച്ചും നമുക്ക് ഈ ബട്ടൺസ് ചേർത്ത് വെച്ച് കുഞ്ഞിൻ്റെ വേസ്റ്റ് ലെവൽ അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള അത്രയും ഓപ്ഷൻസ് ബട്ടൺസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് വളരെ നല്ല കട്ടിയുള്ള പാഡാണ്, യൂറിനൊക്കെ കുറേ നേരം നല്ലതായിട്ട് വലിച്ചെടുക്കുന്ന പാഡാണത്. അപ്പം മെറ്റേണിറ്റി പാഡ്, ക്ലോത്ത് ഡയപ്പർ, ന്യൂട്ടൻസ്, ബൂട്ടീസ്, മിറ്റൻസ്, കോമ്പ്, ബ്രഷ്, പിന്നെ ഹൂഡഡ് ടവല്, അതായത് റിസീവിങ് ടവല്, പിന്നെ സ്വാഡ്ലിങ് ക്ലോത്ത്, വൈറ്റ് ജബിലാസ്, കളർ ജബിലാസ്, പിന്നെ കളർ ജബിലാസ് 2 വെച്ചിട്ടുണ്ട്, വൈറ്റ് ജബിലാസ് 3, പിന്നെ സ്ലീപ്പിംഗ് സ്യൂട്ട്, റോംബർ പോലത്തെ ആ ഉടുപ്പ്, പിന്നെ ഡ്രൈ ഷീറ്റ്, പിന്നെ ഇത് ക്ലോത്ത് നാപ്പി. ഇത് കുഞ്ഞിന് കെട്ടിക്കൊടുക്കാം. എപ്പോഴും ഡയപ്പറും അങ്ങനെ അല്ലാതെ കുഞ്ഞിന് കുറച്ച് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് കിടക്കാനായിട്ട് കുറച്ച് ഇങ്ങനത്തെ തുണികളൊക്കെ കട്ടി കുറഞ്ഞ തുണികൾ, അതായത് യൂറിൻ പാസ് ചെയ്യാൻ നമ്മളിടയ്ക്ക് കെട്ടിക്കൊടുക്കില്ലേ, അങ്ങനെ അത്തെ ക്ലോത്ത് നാപ്പിയാണ്. ഇങ്ങനത്തെ 4 പീസ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 4 കളറ്, പിങ്ക്, ബ്ലൂ, ഗ്രീന്, പിന്നെ ഒരു യെല്ലോ പീസും കൂടെ ഉണ്ട്. അങ്ങനെ 4 ക്ലോത്ത് നാപ്പിയും ഈ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.